കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടു. ഇംഗ്ലീഷിൽ ഒരു ഭാഷാന്തരത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ആൻഡ് അബ്രഹാം ഡിപ്പോസിറ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ഇറ്റ് വാസ് പുട്ട് ടു ഹിസ് അക്കൗണ്ട് ആസ് റൈച്ചസ്നെസ്. അബ്രഹാം വിശ്വാസം ദൈവത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തു, അത് ദൈവം തൻ്റെ അക്കൗണ്ടിൽ നീതിയായി കണക്കിട്ടു. ആളുകളൊക്കെ പൊതുവെ സാധാരണ പറയുന്ന ഒരു ശൈലിയാണ്: എൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല, എനിക്ക് ജോലി ചെയ്തിട്ടും അക്കൗണ്ടിലൊന്നും ഇടാൻ കഴിയുന്നില്ല, ഡിപ്പോസിറ്റ് ഒന്നും എനിക്കില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ നിക്ഷേപം എന്ന് പറഞ്ഞത് താൻ വിശ്വാസം ദൈവത്തിൽ നിക്ഷേപിച്ചു, വിശ്വാസം ദൈവത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തു, ദൈവം തന്റെ അക്കൗണ്ടിൽ അത് നീതിയായി കണക്കിട്ടു. നാം ഇന്ന് പകൽ മനസ്സിലാക്കണം, യാക്കോബിന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ 3 വിധ വിശ്വാസത്തെ കുറിച്ച് യാക്കോബ് പറയുന്നു. ഒന്ന്, ഡെഡ് ഫെയ്ത്ത് അഥവാ നിർജീവ വിശ്വാസം. 2, ഡിമോണിക് ഫെയ്ത്ത് അഥവാ സാത്താന്റെ വിശ്വാസം. സാത്താൻ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് നാം വായിക്കുന്നു. മറ്റൊന്നാണ് ഡൈനാമിക് ഫെയ്ത്ത്, ചലനാത്മകമായ വിശ്വാസം. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. അബ്രഹാമിന്റെ വിശ്വാസം ജീവനുള്ളതും ചലനാത്മകമായ ക്രിയാത്മകമായ വിശ്വാസം ആയിരുന്നു. ഏത് സമയത്ത് അബ്രഹാമിനെ പരീക്ഷിച്ചാലും അബ്രഹാമിന്റെ വിശ്വാസം വളരെ ചലനാത്മകമായിരുന്നു എന്ന് നാം പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാം ശൂന്യമായി എന്ന് വിചാരിച്ചാലും, എല്ലാം ശൂന്യതയാണെന്ന് വിചാരിച്ചാലും വിശ്വാസം ഡിപ്പോസിറ്റ് ചെയ്യാമെങ്കിൽ, അത് ദൈവത്തിൽ അർപ്പിക്കാമെങ്കിൽ, ദൈവം നമുക്ക് നീതിയായി നമ്മുടെ അക്കൗണ്ടിൽ ദൈവം കണക്കിടും. നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ മുമ്പിൽ ഒരു വഴിയും കാണാനില്ലാതിരുന്ന സന്ദർഭം. രൂത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ബോവസ് അവളെ കുറിച്ച് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന രൂത്തെ, നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരട്ടെ. അപ്പൊ രൂത്ത് എവിടെയാണ് വിശ്വാസം അർപ്പിച്ചത്? നവോമിയിലല്ല, ബോവസിനുമല്ല, മറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ അവൾ ആശ്രയിച്ചു. അത് അവൾക്ക് നീതിയായി കണക്കിട്ടു. നമുക്കൊന്നും കാണാൻ മുൻപിൽ ഇല്ലെങ്കിലും വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ച് മുൻപോട്ട് പോയാൽ ദൈവം നമ്മുടെ അക്കൗണ്ടിൽ നീതിയായി കണക്കിടും. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ചിന്തിച്ച വചനങ്ങൾക്കായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊന്നും മുൻപിൽ കാണാനില്ലെങ്കിലും ഞങ്ങളുടെ വിശ്വാസം ദൈവത്തിൽ അർപ്പിപ്പാൻ കൃപ തരികയും ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അതിനുള്ള കൃപ നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.